2019 പൊതു തിരഞ്ഞെടുപ്പ് സുഗമമായി നടക്കുന്നതിലേക്ക് വേണ്ടി കോട്ടയം ജില്ലാ വരണാധികാരിയായ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയിരിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് ഇലക്ഷൻ കോട്ടയം. ഈ മൊബൈൽ ആപ്ലിക്കേഷന്റെ സഹായത്താൽ കോട്ടയം ജില്ലയിലെ എല്ലാ പ്രിസൈഡിംഗ് ഓഫീസർമാർക്കും തങ്ങളുടെ പോളിംഗ് ബൂത്തുകളിലെ പരാതികളോ അസൗകര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെക്ടർ ഓഫീസർമാരെയും മറ്റ് ഉന്നത അധികാരികളെയും കൃത്യമായി അറിയിക്കാനും അത് സമയബന്ധിതമായി പരിഹരിക്കാനും സാധിക്കും. ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുകൾ സാധാരണയായി ഡൗൺലോഡ് ചെയ്യുന്ന ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിനു ശേഷം ഇലക്ഷൻ കോട്ടയം എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കാണുന്ന ലിസ്റ്റിൽ നിന്നും ഇലക്ഷൻ കോട്ടയം സിലക്ട് ചെയ്യുക. ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ഇലക്ഷൻ കോട്ടയം ഉപയോഗിക്കാൻ ആരംഭിക്കാവുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ 3 തലങ്ങളിൽ ഉള്ള ഉദ്യോഗസ്ഥർക്ക് ഉപയോഗിക്കുന്നതിനായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആദ്യമായി നമ്മൾ കാണുന്നത് ഒരു ബൂത്ത് പ്രിസൈഡിംഗ് ഓഫീസറുടെ ലോഗിൻ ആണ്. പ്രിസൈഡിംഗ് ഓഫീസർ ലോഗിൻ ചെയ്യുമ്പോൾ അദ്ദേഹം ഈ സ്ക്രീനിലേക്ക് എത്തുന്നു. ഇവിടെ ആദ്യം നമ്മൾ കാണുന്നത് ഇടത്തെ അറ്റത്തെ ഒരു റീലോഡ് ബട്ടൺ ആണ്. തൻ്റെ സ്ക്രീനിൽ കൃത്യമായ വിവരങ്ങൾ എത്തുന്നുണ്ട് എന്ന് ഉറപ്പിക്കാൻ ഇടയ്ക്ക് ഈ ബട്ടൺ ഉപയോഗിക്കാവുന്നതാണ്. സ്ക്രീനിൻ്റെ അടിയിലായി 3 ബട്ടണുകളുണ്ട്. ഇതിൽ ആദ്യത്തെ ബട്ടൺ ആയ ആഡ് ന്യൂ റിക്വസ്റ്റ് ഉപയോഗിച്ച് പ്രിസൈഡിംഗ് ഓഫീസർക്ക് തൻ്റെ ആവശ്യങ്ങൾ സെക്ടർ ഓഫീസറെ അറിയിക്കാവുന്നതാണ്. ആ ബട്ടണോട് ചേർന്ന് കിടക്കുന്ന കോൾ സെക്ടർ ഓഫീസർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ബൂത്തിൻ്റെ ചുമതലയുള്ള സെക്ടർ ഓഫീസറെ നേരിട്ട് വിളിക്കാനും സാധിക്കും. സ്ക്രീനിൻ്റെ ഏറ്റവും താഴെയായുള്ള ആഡ് PWD കൗണ്ട് എന്ന ബട്ടൺ പ്രിസൈഡിംഗ് ഓഫീസർക്ക് അദ്ദേഹത്തിൻ്റെ ബൂത്തിൽ വോട്ടിംഗ് അവസാനിച്ചു കഴിയുമ്പോൾ അന്നേ ദിവസം വോട്ട് ചെയ്ത ഭിന്നശേഷിക്കാരുടെ എണ്ണം രേഖപ്പെടുത്താനാണ്. ഓർമ്മിക്കുക, വോട്ടിംഗ് തീർന്ന ശേഷം മാത്രമാണ് അത് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഈ ആപ്ലിക്കേഷനിലൂടെ എങ്ങനെയാണ് ഒരു ആവശ്യം ഉന്നയിക്കേണ്ടത്? പ്രിസൈഡിംഗ് ഓഫീസർ ആഡ് ന്യൂ റിക്വസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വിവിധ വിഭാഗങ്ങൾ അദ്ദേഹത്തിന് കാണാൻ സാധിക്കും. ഇതിൽ വോട്ടിംഗ് ദിവസം വരാൻ സാധ്യതയുള്ള മെഷീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, വിവിധ ഫോമുകൾ തുടങ്ങിയവയും അതോടൊപ്പം അദ്ദേഹത്തിന് ലഭിക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും അതിൻ്റെ എണ്ണം രേഖപ്പെടുത്താനുള്ള സൗകര്യവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് പോളിംഗ് മെഷീൻ എന്ന വിഭാഗം എടുക്കുകയാണെങ്കിൽ 3 കാര്യങ്ങൾ കാണാൻ സാധിക്കും. അതിൽ കൺട്രോൾ യൂണിറ്റിനാണ് പ്രശ്നമെങ്കിൽ അതിൻ്റെ നേരെയുള്ള ചതുരത്തിൽ ക്ലിക്ക് ചെയ്ത ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ബട്ടൺ അമർത്തിയാൽ അപ്പോൾ തന്നെ പരാതിയുടെ കാര്യം അതാത് സെക്ടർ ഓഫീസർമാരുടെ മൊബൈൽ ഫോണിൽ കാണാൻ സാധിക്കും. പ്രിസൈഡിംഗ് ഓഫീസറുടെ മൊബൈലിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഓരോ പരാതിയും പ്രത്യേകം കാണാൻ സാധിക്കും. ഓരോ പരാതിയുടെ കൂടെയും 2 ഓപ്ഷൻസ് ഉണ്ട്. തൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടാൽ റിസോൾവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അദ്ദേഹത്തിന് ആ പരാതി പരിഹരിക്കപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യാം. അതോടൊപ്പം ഉള്ള ക്യാൻസൽ റിക്വസ്റ്റ് ഉപയോഗിച്ച് പരാതി മൊത്തത്തിൽ പിൻവലിക്കാനും സാധിക്കും. സ്ക്രീനിൻ്റെ വലത്തെ അറ്റത്തുള്ള മെനു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ചെറിയ സ്ക്രീനിൽ വരുന്ന റിക്വസ്റ്റ് ഹിസ്റ്ററിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുവരെ പരിഹരിക്കപ്പെട്ട എല്ലാ പരാതികളും പ്രിസൈഡിംഗ് ഓഫീസർക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ്റെ അടുത്ത ഉപഭോക്താവ് സെക്ടർ ഓഫീസറാണ്. തൻ്റെ സെക്ടറിലുള്ള എല്ലാ പോളിംഗ് ബൂത്തുകളിൽ നിന്നും പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് നടത്തുന്ന ആവശ്യങ്ങൾ ഈ ആപ്പിൽ ലോഗിൻ ചെയ്യുന്നത് വഴി അദ്ദേഹത്തിന് കാണാൻ സാധിക്കും. ഓരോ പരാതിക്കൊപ്പവും അതിനോട് ചേർന്ന് വലത്തേയറ്റത്ത് ആ പരാതി ഉന്നയിച്ച ബൂത്ത് ഓഫീസറെ വിളിക്കാനുള്ള സൗകര്യവും ഈ ആപ്ലിക്കേഷൻ നൽകുന്നു. ഓരോ പരാതിയും പരിഹരിക്കുന്നതിന് 45 മിനിറ്റാണ് സെക്ടർ ഓഫീസർക്കുള്ളത്. അതിനുള്ളിൽ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ആ പരാതി അതാത് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർക്ക് കാണാൻ സാധിക്കുന്നതാണ്. ARO ലോഗിൻ ചെയ്യുമ്പോൾ തൻ്റെ ഏരിയയിൽ 45 മിനിറ്റിനുള്ളിൽ പരിഹരിക്കാൻ സാധിക്കാതെ പോയ പരാതികൾ കാണാൻ സാധിക്കും. അതോടൊപ്പം അത് പരിഹരിക്കപ്പെട്ടതാണെങ്കിൽ റിസോൾവ് കൊടുക്കാനും പരിഹരിക്കപ്പെട്ടില്ല എങ്കിൽ അതാത് സെക്ടർ ഓഫീസറെയും പരാതി ഉന്നയിച്ച ബൂത്ത് ഓഫീസറെയും നേരിട്ട് വിളിക്കാനുള്ള സൗകര്യവും ഈ ആപ്ലിക്കേഷൻ നൽകുന്നു. 1.25 മണിക്കൂറിന് ശേഷവും പരിഹരിക്കപ്പെടാൻ സാധിക്കാത്ത പരാതികൾ ജില്ലാ വരണാധികാരിയായ കളക്ടർക്ക് കാണുവാൻ സാധിക്കും. ഇലക്ഷൻ കോട്ടയം മൊബൈൽ ആപ്പിനെ കുറിച്ചുള്ള സംശയ നിവാരണങ്ങൾക്കായി 951 66 66 000 എന്ന നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുകയോ ചെയ്യുക.